ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. വോളാറ്റിലിറ്റി വീണ്ടും കണ്ടേക്കാം. പക്ഷേ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ് റീബൗണ്ട് നടത്തിയിട്ടുണ്ട്. മാസീവ് സെൽ ഓഫിന് ശേഷം ഇന്നലെ ഒരു റീബൗണ്ടാണ് അമേരിക്കയിൽ കണ്ടത്. പക്ഷേ ഡൗ ജോൺസ് ഇൻഡെക്സ് 82.55 പോയിന്റ് വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളാണ് റീബൗണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളും ഇന്നലെ അമേരിക്കയിൽ മുന്നേറിയിട്ടുണ്ട്. അടുത്ത മീറ്റിംഗിൽ ഒരുപക്ഷെ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കുറച്ചേക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളൊക്കെ മുന്നേറിയിട്ടുള്ളത്. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വന്നും പോയിരിക്കുന്നൊക്കെ ഉണ്ട്. അതിനനുസരിച്ചുള്ള വോളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിലുണ്ടായേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് എല്ലാം തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ജപ്പാൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലെ നല്ല വോളാറ്റിലിറ്റി തന്നെയായിരുന്നു. സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ വീണ്ടും റാലി തന്നെയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള കോപ്പറിനാണ്. ഇന്നും ബെറ്റർ ആയിട്ട് തന്നെയാണ് കോപ്പർ, അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളൊക്കെ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് മുന്നേറുകയാണ്. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി ഗോൾഡിന് കിട്ടാൻ പോവുകയാണ്. സിൽവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് ഗ്ലോബൽ മാർക്കറ്റുകളിലുള്ളത്. നമ്മൾ ഇന്നലെ ADRകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ICICI ബാങ്കിൻ്റെയും HDFC ബാങ്കിൻ്റെയും ADRകൾ എന്നിട്ട് മുന്നേറിയിരുന്നു. മറ്റ് ADRകളെല്ലാം താഴെയാണ്. നമ്മുടെ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് 87.21 ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഇൻഫ്ലേഷൻ ഡാറ്റ നോക്കുകയാണെങ്കിലും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ RBI അടുത്ത മീറ്റിങ്ങിൽ വീണ്ടും റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ടാവാം. ഒപ്പം നമ്മുടെ IIP ഡാറ്റയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. മാനുഫാക്ചറിങ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഒരുപക്ഷെ മാർക്കറ്റിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ഓവർ വെയ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ ചൈനയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് വിയറ്റ്നാം, ഇന്ത്യ മാർക്കറ്റുകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അട്രാക്റ്റീവ് ആണ് നമ്മുടെ വാല്യുവേഷൻ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അടുത്ത ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഒരു എക്കണോമിക് അല്ലെങ്കിൽ കൺസ്യൂമർ റിലേറ്റഡ് സർവേ പറയുന്നത് ജനറേഷൻ സെഡ് അതുപോലെ തന്നെ മില്ലേനിയൽസൊക്കെ ഹൈ വാല്യൂ ബ്രാൻഡുകളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ലോ ക്ലാസ് അല്ലെങ്കിൽ ലോ വാല്യൂ ബ്രാൻഡുകളാണ് ഓപ്റ്റ് ചെയ്യുന്നുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ചെറിയ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള പല കമ്പനികൾക്ക് പോസിറ്റീവ് ആയിരിക്കാം. അതേസമയം വലിയ ടോപ്പ് ബ്രാൻഡുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ന്യൂസാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ പല ന്യൂസ് ഫ്ലോസും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിന്ദുജാസ് പ്രൊമോട്ടേഴ്സ് വീണ്ടും മണി പമ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അതേസമയം പല ന്യൂസ് ഫ്ലോസും വോളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും Q4 റിസൾട്ടിനനുസരിച്ചായിരിക്കാം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ എന്ത് തന്നെയായാലും വലിയൊരു ബിഗ് ഗ്രൂപ്പിൻ്റെ UKയിലത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൻ്റെ ബാങ്കാണ്, ഗ്രൂപ്പിൻ്റെ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും നമ്മളിപ്പോഴത്തെ ലെവലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 600 താഴെ പോവുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിരിക്കുന്നത് 80% പ്ലഡ്ജ് ചെയ്യേണ്ടി വരുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരവസ്ഥ വരാനുള്ള സാധ്യതകൾ കുറവാണ്. ജൂബിലൻറ്റ് ഫാർമാനോവ US സബ്സിഡിയറിക്ക് പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ BEMLും സീമൻസും തമ്മിൽ റെയിൽവേ മെട്രോ റിലേറ്റഡ് ടൈപ്പ് അതിലേർപ്പെട്ടിട്ടുണ്ട്. ഒപ്പം BEML ഇറ്റലിയിലത്തെ ഡ്രാഗ് ഫ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഡ്രെഡ്ജിങ് സൊല്യൂഷന് വേണ്ടിയുള്ള ഒരു MOUയും ഒപ്പിട്ടുണ്ട്. BEMLനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്.
മെട്രോ, അതുപോലെ തന്നെ വന്ദേ ഭാരത്, സ്ലീപ്പർ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ, ഈ ഓർഡേഴ്സൊക്കെയുള്ള കമ്പനിയാണ് BEMൽ. PSU സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ ധാരാളം ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല കമ്പനികളും ക്യാഷ് റിസർവുള്ള പ്രോഫിറ്റബിലിറ്റിയുള്ള PSUs ഇൻ്ററിം ഡിവിഡൻഡ് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഡിക്ലെയർ ചെയ്യാം. സൈഡസ് ലൈഫ് സയൻസ് വീണ്ടും പോസിറ്റീവ് ന്യൂസ് റോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആസാദ് എഞ്ചിനീയറിംഗ്, മിത്സുബിഷി ഹെവി എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ആരംഭിച്ചിട്ടുണ്ട്. ആസാദ് എഞ്ചിനീയറിംഗ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊമോട്ടേഴ്സിൻ്റെ ബൈ നോക്കുകയാണെങ്കിൽ ടെസ്മാക്കോ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹോൾഡിങ്സ് പ്രൊമോട്ടർ ബൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെന്നാർ ഇൻഡസ്ട്രീസ്, കിൽബാൻ എഞ്ചിനീയറിംഗ്, ഷീല ഫോം, ഈ കമ്പനികളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് താഴെ വന്നപ്പോൾ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ളത്. കൊറാമൻഡൽ ഇൻ്റർനാഷണൽ NACL ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കമ്പനിയും കൂടി ടേക്ക് ഓവർ ചെയ്യുകയാണ്. NACLനെ കൊറാമൻഡലിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്നലെ റിലയൻസും എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കും തമ്മിലൊരു ടൈപ്പ് വന്നിരുന്നു. അപ്പോൾ എയർടെല്ലും റിലയൻസും സ്റ്റാർലിങ്കും തമ്മിൽ അലയൻസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ടോട്ടൽ ഇൻ്റർനെറ്റ് പെനട്രേഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 48%നും ശരിയായ രീതിയിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഒപ്റ്റിക്കൽ ഫൈബറൊന്നും ലേ ചെയ്ത് എത്തിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ റീസൺ. വലിയ റിമോട്ട് ഏരിയസിലൊക്കെ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. ഈ അലയൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഏരിയയിലും ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇൻ്റർനെറ്റ് ലഭിക്കും. ഇത് ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. വീണ്ടും ഒരു ഡിജിറ്റൽ റവല്യൂഷൻ ഇത് വഴിവെക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം പല രംഗത്തും ഫുൾ ഇൻക്ലൂസിവിറ്റി കിട്ടുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പോപ്പുലേഷനും കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മൂവ് വളരെ പോസിറ്റീവാണ്. പക്ഷേ സ്റ്റാർലിങ്കിൻ്റെ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ്. ഒരു സ്റ്റാർലിങ്കിൻ്റെ ഒരു ഡിഷ് വെക്കണമെങ്കിൽ അറൗണ്ട് 35,000 രൂപയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുപോലെ തന്നെ മന്ത്ലി ചാർജ് വരുന്നത് 5,000 മുതൽ 7,000 വരെയാണ്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മന്ത്ലി ചാർജ് 400 തൊട്ട് 600 വരെയേ ഉള്ളൂ. ഒരു മന്ത്ലി വരുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ, ബ്രോഡ്ബാൻഡ് ചാർജസൊക്കെ ആവറേജ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ പ്രൈസിങ്ങിനനുസരിച്ചായിരിക്കാം. അതുപോലെ തന്നെ സ്പീഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് തന്നെയാണ് സ്പീഡ് കൂടുക. ഈ സ്റ്റാർലിങ്ക് പോലുള്ള ഇൻ്റർനെറ്റ് സർവീസും സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റവല്യൂഷന് ഉള്ള ഒരു ഡിജിറ്റൽ റവല്യൂഷനുള്ള ഒരു പുറപ്പാടാണ് ഈ റിലയൻസിൻ്റെയും ഭാരതി എയർടെലിൻ്റെയും എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ആയിട്ടുള്ള ടൈപ്പിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ പല കമ്പനികളെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ഡിഷുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, അതുപോലെ തന്നെ റൗട്ടേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവാണ്. പക്ഷേ എത്രത്തോളം ഓർഡേഴ്സ് ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. കാരണം സ്റ്റാർലിങ്ക് തന്നെയാണ് അമേരിക്കയിൽ അവരുടെ ഡിഷുകളും അതുപോലെ തന്നെ റൂട്ടേഴ്സൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കൺസ്യൂമർക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരിക എന്നുള്ള പ്രൈസിങ്ങിന് ശേഷം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലോ. എന്നിരുന്നാലും ഓവറോൾ ഇതൊരു ഡിജിറ്റൽ റവല്യൂഷന് വഴിവെക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.